ഒരുപാട് മെമ്പർ ബീന കൊടുച്ചിരുന്നുണ്ട്. ശ്രീമതി ബീന, ഇങ്ങനൊരു സംഭവം നടക്കുകയാണ്. ഈ അമ്മയ്ക്ക് മുൻപ് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് ഭർത്താവിൻ്റെ കുടുംബം പറയുന്നുണ്ട്. പക്ഷേ ഭർത്താവ് ഇത് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തതയില്ല. അതേസമയം തന്നെ സന്ധ്യയ്ക്ക് മുൻപ് കൗൺസിലിംഗ് നൽകി എന്ന് പറയുന്നുണ്ട്. പഞ്ചായത്താണ് മുൻപിൽ നിന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? നേരത്തെ ഇവിടെ കൊച്ചിനെയും കൊണ്ട് ഇടയ്ക്ക് വീട്ടിൽ പോണേ പതിവുണ്ടായിരുന്നു. ഇവരോട് പറയാണ്ട് വീട്ടിട്ട് പോകും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു 3-4 മാസം മുമ്പ് വീട്ടിൽ കൊച്ചുങ്ങളെയും കൊണ്ട് പറയാണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവള് കൊച്ചുങ്ങളെ എന്തോ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഇവക്കടെ അമ്മ തിരിച്ചു കൊണ്ട് ആക്കുകയൊക്കെ ചെയ്തു വീട്ടില്. അപ്പൊ അവളെ കൊച്ചുങ്ങളെ മാത്രം ഇവിടെ തിരിച്ചു കൊണ്ടേ ആക്കി. അവൾ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് വേറെ ദിവസം ഇവിടെ ഇവക്കടെ അമ്മ ഇവളെയും കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താണെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ കാണിച്ചിട്ട് ഇവിടെ വന്ന് നിർത്തിയേച്ചാൽ അത് അല്ലാണ്ട് വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സുഭാഷും ഈ ഇവളും ഇവക്കടെ അമ്മയൊക്കെ കൂടി അങ്കമാലില് കൗൺസിലിംഗ് നടത്തിയായിരുന്നു. കൗൺസിലിംഗ് നടത്തിയപ്പോൾ പറഞ്ഞു ഇവർക്ക് വേറെ യാതൊരു വിഷയമില്ല, ഇവർക്ക് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് യാതൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് ഇവള് കരയൊക്കെ ചെയ്താറ് സുഭാഷ് തന്നെയാണ് പറഞ്ഞത് ഇവിടെ നിന്നോട്ട് വിടണ്ടാന്ന് പറഞ്ഞേക്കണത്. കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഈ സുഭാഷിന്റെ അമ്മയും സന്ധ്യയും തമ്മിലൊക്കെ? ഒരു വിഷയമില്ല. അപ്പൊ ഈ സന്ധ്യയുടെ ഭർത്താവ് തന്നെയാണ് പറഞ്ഞത് അവളിവിടെ വീട്ടിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞത്. അവൻ തന്നെയാണ് പറഞ്ഞേക്കണത്. കൊച്ചുങ്ങൾക്ക് ഇവിടെ പേടിയായിരുന്നു. ഈ സുഭാഷ് എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു? ഉപദ്രവിക്കാൻ മറ്റു ചെയ്യുന്നോ? ഇല്ല, സുഭാഷ് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വീടായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയൂല, അല്ലാണ്ടുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആളാ. അന്നത്തെ ദിവസം ഈ കുട്ടിയും കൊണ്ട് പോകുന്ന ദിവസം ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നോ? ഇല്ല, ഒരു കുഴപ്പമില്ല. അന്നും കൂടി യാതൊരു കുഴപ്പമില്ലാണ്ട് ഇവള് നേരത്തെ ഇങ്ങനെ കൊച്ചുങ്ങളെ ഇതാക്കാൻ നോക്കിയതാണ്. ഇവൾക്കുണ്ടല്ലോ കൊച്ചുങ്ങളെ മറ്റൊരു അച്ഛന്റെ അനിയന്മാര് ഭയങ്കര സ്നേഹമാണ്, അമ്മ സ്നേഹമാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ട് കൊണ്ടുനടക്കണം ഇവർക്ക് ഇഷ്ടമല്ല. ഈ സന്ധ്യയുടെ കുടുംബം അനാവശ്യമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടൊക്കെ ഈ സുഭാഷിന്റെ അമ്മ പറയുന്നുണ്ട്. ഇതിൽ സത്യാവസ്ഥയുണ്ടോ? ഉണ്ട്. ചേച്ചി ഇടപെടാറുണ്ട്. അപ്പൊ ചേച്ചിനോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു നമുക്കടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് പറയാറുണ്ടായിരുന്നു. നിലവിൽ ഈ സന്ധ്യ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണോ അതോ? ഇല്ല, സന്ധ്യക്ക് ജോലിക്ക് പോകണില്ല, വീട്ടിൽ ഇരിക്കുന്നതാ. പുള്ളിക്കാരി ആരുമായിട്ട് അങ്ങനെ കൂടുതൽ കൂട്ടുകൂടാൻ അങ്ങനെയൊന്നും പോകാറില്ല. നിലവിൽ ഇപ്പൊ ഒരു കുട്ടിയും കൂടെ ഉണ്ടല്ലേ ഇവർക്ക്? ഒരാൺകൊച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിലൊരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇന്നലെ ഈ കുട്ടിയും കൊണ്ട് പോകുമ്പോഴൊന്നും തന്നെ? ഇല്ല. നിങ്ങൾക്ക് ഒക്കെ എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഈ സന്ധ്യ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തത്? അത് മിക്കവാറും ഈ കൊച്ചുങ്ങളെ മറ്റൊരു സ്നേഹിക്കണേ അവൾക്ക് ഇഷ്ടമല്ല. അവളെപ്പോഴും എന്നോട് പറയാറുണ്ട് കൊച്ചുങ്ങൾ ഏത് നേരം അപ്പുറത്തെ വീട്ടിലാണെന്ന് പറയുമായിരുന്നു. ഉക്കിലടിച്ചിട്ട് കിടക്കാൻ നേരമാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചെല്ലുള്ളത്. എപ്പോഴും ഈ അച്ഛൻ്റെ അനിയന്മാര് എല്ലായിടത്തും കൊണ്ടുപോകും, എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ചും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യണ ഇവരായിരുന്നു. അതുകൊണ്ട് പിന്നെ അമ്മ അവരൊക്കെ കൂടി അതുപോലെ കൊണ്ടുകിടക്കാനും കൊച്ചുങ്ങൾ ഫുൾ ടൈം ആ വീട്ടിലായിരുന്നു. ഒരു മുറ്റത്ത് തന്നെയാണ് 2 വീടും. നന്ദിയുണ്ട് ബീന പ്രതികരണത്തിന്.